ഭാഗമായിട്ടുള്ള മലബാറിലുള്ള സ്കൂളിലൊക്കെ 11 കൊല്ലം പഠിച്ചിട്ട് SSLC പാസ്സായവരാ. അങ്ങനെ അന്ന് മുതൽക്ക് 1 മുതൽക്ക് 5 വരെ ക്ലാസ്സുകളാണ്, 5 അധ്യാപകരും. അങ്ങനെ എന്നേക്കാൾ പ്രായം മൂർത്ത സഹാധ്യാപകരും മുമ്പിൽ ഒരു കുട്ടിയായിട്ട് പ്രധാനാധ്യാപകനായിട്ട് ഇവിടെ ജോലി കിട്ടാൻ സാധിച്ചത് ഒരു മഹാഭാഗ്യമാണ്. ഞാൻ പറയാറുണ്ട്, മഹാഭാരതത്തില് കവചകുണ്ടലങ്ങളോട് കൂടിയിട്ടാണ് കർണന്റെ ജനനം. സൂര്യഭഗവാന്റെ പുത്രനായിട്ടൊക്കെയാണ് പറയുക. അതുപോലെ ഇവിടെ ജോലിക്ക് ചേർന്ന് തന്നെ പ്രധാനാധ്യാപകനായിട്ടാണ്. മുറിവില്ലാതെ 36 കൊല്ലം ഇവിടെ പ്രധാനാധ്യാപകനായിട്ട് ജോലി ചെയ്തു. വലിയ വഴക്കുകളും അക്കാണങ്ങളൊന്നും ഇല്ലാതെ AMLP സ്കൂൾ അന്നല്ലൂരെ മണ്ണാർക്കാട് സന്ധ്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വിദ്യാലയമായിട്ട് മാക്കാൻ സാധിച്ച എന്റെ ഒടുക്കല്ല, എന്റെ സഹാധ്യാപകരുടെയും ഈ നാട്ടുകാരുടെയും സഹകരണവും മാത്രമാണ്. അങ്ങനെ 92 ഏപ്രില് എന്റെ യാത്രയപ്പ് വിപുലമായിരുന്നു. കോവിമാസായിരുന്നു നമ്മുടെ സീനിയധ്യാപകൻ. അത്രയും പാവം മറ്റുപോയി. PTA പ്രസിഡന്റ് അദ്ദേഹമാണ് ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞു, നമ്പൂരിമാരുടെ രണ്ടാമനെ റെസീറ്റ് ബുക്ക് അച്ചടിച്ച് പാമ്പിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ സെന്റർ പോകണ്ട. എങ്കിലും അന്നല്ലൂർ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല യാത്രയെ പോകാൻ തിരിച്ചു പോകാൻ സാധിച്ചുള്ള സാക്ഷി എനിക്കുണ്ട്. ഈ വർഷവും അങ്ങനെ സംഭവം നടക്കാൻ പോവുകയാണ്. 92 ഉണ്ടായില്ല. ഇപ്പോ മുസ്തഫ പറഞ്ഞു സുദർശൻ സെന്ററിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. സുദർശൻ പറയുന്നത് അത് നമ്മളാ പറയുന്നത്. ഒരു അത്യത്ഭുതം തന്നെയാണ്. സ്കൂളിൽ സുദർശനത്തിനും ഒരേ അനുഭവം. ആ വെന്റിലേറ്ററിൽ കിടന്നിട്ട് ആ അവസാനത്തെ ദീർഘശ്വാസം വലിക്കേണ്ട ഒരു ഗതികേട് വിദ്യാലയത്തിനുണ്ടായി, സുദർശനുണ്ടായി. 8 മിനിറ്റ് സമയം ഈ ലോകമായിട്ടൊരു ബന്ധമില്ലാതെ ശരീരത്തിലെ ആന്തരാവയവങ്ങളെല്ലാം സ്ട്രക്കായിട്ട് മരിച്ചു എന്ന് ഡിക്ലെയർ ചെയ്യാൻ ഒക്കവണ്ണമുള്ള ആ അവസ്ഥയിൽ നിന്ന് മൃതജീവനി കഴിച്ച് ഉത്തേജനം കിട്ടിയ പോലെ ഉയർന്നു വന്നിട്ടുള്ള ഒരു മഹാഭാഗ്യവാനാണ് നമ്മുടെ പ്രധാനാധ്യാപകനായിട്ടുള്ള സുദർശൻ. എന്തായാലും ആ ഒരു കാൽവെപ്പ് രാമായണത്തിൽ പറയാറില്ലേ, ശ്രീരാമപാദത്തിൽ തൊട്ടോടുകൂടി ആ കരിങ്കല്ലായിരുന്ന കല്ല് അതിസുന്ദരിയായിട്ടുള്ള അഹല്യയായി മാറി എന്ന് പറഞ്ഞ മാതിരി സുദർശനത്തിന്റെ പാദം തൊട്ടോടുകൂടി എവിടുന്നാണോ അറിയില്ല ഒരു ഉത്തേജനം, ആവേശം ഉണ്ടായതിന്റെ അനന്തരഫലമാണ് ഇന്ന് കാണുന്ന വിദ്യാലയം. സബ് ജില്ലയിൽ തന്നെ എല്ലാ നിലയിലും 1ാം കടയിലെത്തിച്ചേരാൻ സാധിച്ചത് സുദർശനന്റെ നേതൃത്വമാണ്. ആ സുദർശന യാത്രയപ്പ് കൊടുക്കില്ല, ഇവിടെ വേണം, തൊട്ടായലോകത്ത് വിളിച്ചയക്കണമെന്ന താമസം. ഇവിടെ അന്നത്തെ സ്കൂളിൽ രാഘമാസം ചെയ്തു. ഇത്തേജും മുമ്പ് പോയിരുന്നില്ലോ. ഇതിലേക്കും ഭാഷ ഇത്തേജ് പറഞ്ഞത് രാഘമായിട്ട് 10 മണിക്ക് അവിടെ ഉണ്ടാവും ഓഫീസിൽ. ആ പഴയ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം അറിയാം. അതുപോലെ സുദർശൻ മാഷെ റിട്ടയർ ചെയ്തിട്ട് ഇവിടുന്ന് ആരും നമ്മൾ യാത്രയ്ക്ക് കൊടുക്കുന്നില്ല. യാത്രയ്ക്ക് കൊടുത്തിലും വിട്ട് പോകാൻ പാടില്ല. ഇനിയും വരുന്ന തലമുറയിലുള്ള അധ്യാപകർക്ക് നേരിട്ട് കൊടുക്കാനും ഈ വീണ്ടെടുത്ത ഊർജവും അഭിവൃദ്ധിയും നിലനിർത്താൻ വേണ്ട നല്ല ഉപദേശങ്ങളും നേതൃത്വവും കൊടുക്കാൻ സുദർശൻ മാഷ് ഇവിടെ തന്നെ ഉണ്ടാവണം. വേറെ പണിയൊന്നുമില്ല, വലിയ രാഷ്ട്രീയമൊന്നുമില്ല. അവർ ഞാൻ മാത്രം ഈ വരാൻ പോകുന്ന തലമുറയില്ല ജയപ്രകാശിന് ബാക്കിയുള്ള സഹാധ്യാപകർക്കും വേണ്ട നിർദ്ദേശം കൊടുത്ത് ഇന്ന് നേടിയിട്ടുള്ള അഭിവൃദ്ധി ചോർന്നു പോവാതെ മനോഹരമായി നിലനിർത്താൻ സുദർശന്റെ സാന്നിധ്യവും ഉപദേശവും ഊർജ്ജസ്വലതയും എന്നും വിദ്യാലയത്തിൽ ഉണ്ടാവണം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ സുദർശൻ പറഞ്ഞു.
എനിക്ക് അധികം നേരം നിൽക്കാൻ ലേശം വിഷമമുണ്ട്. കാരണം 89ാമത്തെ കൊല്ലത്തിൽ കിടക്കുകയാണ് പ്രായം. എങ്കിലും വാർദ്ധക്യം എന്നെ എപ്പോഴും ബാധിച്ചില്ല. പ്രായമായി ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. ശരീരത്തിന് ഒരു സൂക്കടുമില്ല, സ്ഥിരമായിട്ട് ഒരു മരുന്നും കഴിക്കുന്നില്ല. എങ്കിൽ ഇത്ര നല്ല കാര്യങ്ങളും എന്റെ ശിഷ്യന്മാരായ കുറേ പേര് കൂടുതലുണ്ട്. നിങ്ങളെയൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു അവസരം ഞാൻ നഷ്ടപ്പെട്ടില്ല. ഈ വാർഷിക പരിപാടിയും സുദർശന്റെ യാത്രയപ്പയോഗവും വളരെയധികം ഭംഗിയായിട്ട് നമുക്ക് ആഘോഷിക്കണം. അതെന്തെങ്കിലും ഒരു ചരിത്ര മുഹൂർത്തമായിട്ട് ഈ പരിപാടി മംഗളമാക്കി തരാൻ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കുമെന്ന് ഉറപ്പുണ്ട്. ആ സഹകരണവും എപ്പോഴും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ മറക്കാതെ ശ്രദ്ധിച്ചാണ്. ഈ ഇഷ്ടയിലേക്ക് പോയാൽ പിന്നെ ആരും ശ്രദ്ധിച്ചില്ല. എന്റെ മുമ്പിൽ ആനിപ്പടി കാണാനുമില്ല. ഞാൻ മാത്രമേ അനികളായ എങ്കിൽ ആ തെരഞ്ഞെടുപ്പ് എന്നെ ക്ഷണിച്ചതിനും എന്നെ മറക്കാതിരിക്കാനും കാരണം രാമോഹൻ നമ്പൂരി മാഷ ആക്കിയത് ഈ എലിമെന്ററി സ്കൂളില് 2 നമ്പൂരി മാഷ ആയിരുന്നല്ലോ. വലിയ നമ്പൂരി മാഷം, ചെറിയ നമ്പൂരി മാഷം. വലിയ നമ്പൂരി മാഷം എന്റെ കാണുന്നവര് 42 കൊല്ലാണ് അധ്യാപകനായിട്ട്. അത്ഭുതത്തോടും 8ാം ക്ലാസ് പാസ്സായി പിറ്റേ ദിവസം അവിടെ സ്കൂൾ അധ്യാപകനായി തീർന്നു. അതേ കാറ്റഗറിയിൽ ഹൈസ്കൂൾ പ്രൊമോഷൻ കിട്ടി അവിടെ പോയി. അതിനിടയ്ക്ക് പള്ളിയിൽ ഹെഡ്മാസ്റ്ററായിട്ട് പോയി കിട്ടി. എനിക്ക് വേണ്ടാവരും ഞാൻ പഠിച്ചതും പഠിപ്പിച്ചതും ഈ വിദ്യാലയത്തിലാണ്. ഇവിടെ വേറൊരു വിദ്യാലയത്തിന്റെ പടി ചവിട്ടിയില്ല. അങ്ങനെ വലിയ നമ്പൂരി മാഷെ അതിനായിട്ട് ചെറിയ നമ്പൂരി മാഷക്കും അതിലൂടെ ഞങ്ങൾ ഇരുന്ന സ്നേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു.